ഇപ്പോൾ ശ്രീ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ട് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സേവ് നിമിഷപ്രിയ ഫോറം ട്രഷററാണ് ശ്രീ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ട്. ശ്രീ കുഞ്ഞഹമ്മദ്, ഇപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നും വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിട്ടുണ്ട്. ഇനി എന്താണ് കൂടുതൽ ചർച്ചകളുടെ തീരുമാനമുണ്ടാകുമെന്നും അറിയുന്നു. ഇതിൽ ഔദ്യോഗികമായ അറിയിപ്പ് ഫോറത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കും. നാളെയാണത്. കാരണം ഇതിന്റെ ഓരോ സമയമുണ്ടല്ലോ, നമ്മുടെ യമനിലെ സമയവും ഇവിടത്തെ സമയവും തമ്മിലുള്ള ഒരു സമയത്തിന്റെ വ്യത്യാസമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കാരണം മർക്കസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതുപോലെ കാരണം ഇവിടെ ഒരു ധാരണയായിട്ടുണ്ട്. വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ 16-ാം തീയതി നടത്താനിരുന്നത് വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനമായിരുന്നു. അത് അനിശ്ചിതമായി തീയതിയൊന്നും നിശ്ചയിക്കാതെയാണ് അന്ന് മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോൾ വധശിക്ഷ തന്നെ റദ്ദ് ചെയ്യാനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതെ, അത് മനസ്സിലാവുന്നു. പക്ഷേ അതിനിടയിൽ നടന്ന ചർച്ചകൾ, അത് ഇപ്പോൾ നേരത്തെ ശ്രീ ജവാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ ശരീഅത്ത് നിയമപ്രകാരം ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരു തെറ്റ് പൊറുക്കണമെന്നില്ല. കാരണം ആ സമയത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ നടത്തിയ ഫേസ്ബുക്കിലെ പ്രതികരണങ്ങളൊക്കെ അന്ന് ചർച്ചയായതാണ്. ഒരു രീതിയിലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, വധശിക്ഷ വേണം എന്ന് തന്നെ ആവശ്യപ്പെട്ട സഹോദരന്റെ വാർത്ത അന്ന് വലിയ ചർച്ചയായതാണ്. പക്ഷെ പിന്നാലെ മറ്റു രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അതിലാണ് ഇപ്പോൾ ഒരു ധാരണ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുടുംബത്തിന് ഇതിന് നിയമപ്രകാരമുള്ള ഇതിന് നേരവകാശികളുണ്ട്. ബാപ്പയും ഉമ്മയും, അതേപോലെ തന്നെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മക്കളും, അവരാണ് ഇതിന്റെ നേരവകാശികൾ. സഹോദരന് ഇടപെടാനുള്ള ശേഷി ഒഴിച്ച് ബാക്കി സഹോദരന്റെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും ആ നിലയിൽ സ്വീകരിക്കപ്പെടണമെന്നില്ല. മാത്രമല്ല, ഇത് അവിടെ ഗോത്രത്തിലെ പണ്ഡിത സഭയാണ് തീരുമാനിക്കുന്നത്. കാരണം അവിടുത്തെ യമന് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം പോലെയല്ല, നമ്മുടെ സംസ്ഥാനം പോലെയല്ല. ഗോത്രങ്ങളുടെ രീതികളാണ് അവിടെ ഉള്ളത്. ആ ഗോത്രങ്ങളുടെ തലവന്മാർ അല്ലെങ്കിൽ ഗോത്ര സമൂഹം, ആ ഗോത്ര സമൂഹത്തിൽ സ്വാധീനമുള്ള പണ്ഡിതന്മാർ, അവരിരുന്ന് നടത്തുന്ന ഒരു ചർച്ചയുടെ തീരുമാനത്തെ അംഗീകരിക്കാനുള്ള ബാധ്യത ആ കുടുംബത്തിന്റെ കൂടി ബാധ്യതയായി മാറുകയാണ്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുകയും ആ കുടുംബത്തെ ചർച്ചയ്ക്കിരുത്താൻ സാധിക്കുകയും ആ കുടുംബത്തെ ന്യായമായ തീരുമാനത്തിലേക്ക് അവരെ ഉപദേശിക്കുകയും ചെയ്യുമ്പോഴാണ് ആ തീരുമാനം നടപ്പാക്കാൻ പോകുന്നത്. അത് ആ കാര്യത്തിൽ അവിടുത്തെ പണ്ഡിത സഭ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മർക്കസിന് കിട്ടിയിട്ടുള്ള വിവരം. ആ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വധശിക്ഷ റദ്ദാക്കാൻ ഉടനടി ആവശ്യമായിട്ടുള്ള അതിന് നിയമപരമായിട്ടുള്ള സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് കുടുംബം തയ്യാറായിട്ടുള്ളത്. ആ തയ്യാറാകുന്നതിന്റെ റിസൾട്ടാണ് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അത് രേഖാമൂലം ഒരു കുടുംബവും ഗോത്രങ്ങൾ തമ്മിലുള്ള ഒപ്പുവെച്ച കരാർ, ആ കരാർ ഏതും ഒരു കരാറായിട്ട് നമുക്ക് പ്രസിദ്ധപ്പെടുത്താനോ പ്രസിദ്ധീകരിക്കാനോ കഴിയാവുന്ന ഒരു സംഗതിയല്ല. പക്ഷേ ധാരണയായിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയാണ്. ഒരു സംശയ ദൂരീകരണത്തിന് ചോദിക്കട്ടെ. ഇപ്പോൾ അതായത് രണ്ട് കുടുംബങ്ങളുടെ ധാരണ, അതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇനി ഈ യമൻ പൗരന്റെ കുടുംബം അത് കോടതിയെ ബോധിപ്പിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ നിയമവ്യവസ്ഥ എന്താണോ അവരുടെ പക്കൽ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ ഇത് കൊണ്ടുവരണം. തങ്ങൾക്ക് ഇതിൽ പ്രശ്നങ്ങളില്ല, വധശിക്ഷ റദ്ദാക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്ന് ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഔദ്യോഗികമായിട്ട് അത് ഉത്തരവായി വരുള്ളൂ. അങ്ങനെയല്ലേ? ശിക്ഷ വിധിച്ച കോടതിയെ ഈ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ചുമതല. ആ കുടുംബത്തെ ഈ ചുമതല നിർവഹിക്കുന്നതിൽ അവിടുത്തെ പണ്ഡിത സഭയും മധ്യസ്ഥത വഹിച്ച മറ്റു പണ്ഡിതന്മാരും എല്ലാം തന്നെ ഇടപെടും. അവരുടെ ഇടപെടലോടുകൂടിയാണ് എന്താക്കുന്നത്, അവിടെ ഈ പ്രോസിക്യൂഷനെ അല്ലെങ്കിൽ അവിടുത്തെ നിലവിൽ ശിക്ഷ അവസാനം വിധിച്ച കോടതിയെ അറിയിക്കാനുള്ളത്. ആ കോടതിയുടെ ഇടപെടലോടുകൂടിയാണ് രേഖാപരമായിട്ട് എന്താകുകയാണ് വധശിക്ഷ റദ്ദ് ചെയ്തതായിട്ട് അറിയിപ്പ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് വധശിക്ഷ റദ്ദാക്കാനുള്ള ധാരണ കുടുംബമായിട്ടുണ്ട്. ആ ധാരണ പണ്ഡിത സഭയിൽ വെച്ച് അംഗീകരിച്ച കുടുംബം അത് പുറകോട്ട് പോകും എന്ന് ഈ ഇസ്ലാമിക നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ചർച്ചാ രീതികളെ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും അറിയാം ഈ കാര്യം. അവർ എടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകില്ല. വളരെ വ്യക്തമാണ്. ശ്രീ കുഞ്ഞഹമ്മദ് കുരാച്ചുണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ തന്നത്. അവിടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ അതുണ്ടായിട്ടുണ്ട്. ആ ധാരണ രണ്ട് കുടുംബങ്ങൾ മാത്രം എടുത്തതല്ല, അവിടെ ഇസ്ലാമിക മതപണ്ഡിതരുണ്ടായിരുന്നു. അവർക്ക് കീഴിലാണ്, അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു ധാരണ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകും എന്നിനി കരുതാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ആ തീരുമാനം ഇനി ഈ ശിക്ഷ വിധിച്ച കോടതിയെ അറിയിക്കണം. അപ്പോൾ മാത്രമായിരിക്കും, ആ കോടതിയിലൂടെയായിരിക്കും ഇത് ഔദ്യോഗികമായി ഉത്തരവായി ഇറങ്ങുക എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യം ഉറച്ചു പറയാം എന്ന് പറയുന്നു. കാരണം ആ ധാരണ അത്
ശരിയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിട്ടുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ചയിലൂടെ എന്ന കാര്യം ഇപ്പോൾ കൂടുതലായി വ്യക്തമായി വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.